കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് CMRലും EDയുടെ അന്വേഷണവും വീണ തൈക്കിന്റെയും പിണറായി വിജയനുമാണ്. ഇടതുപക്ഷ ഹാൻഡിലുകൾ പറയുന്നത് ഈ EDയുടെ അന്വേഷണം കോൺഗ്രസ്സുകാരോട് BJP-ക്കാരോട് പറഞ്ഞ് അവർ തമ്മിൽ ലിങ്ക് ആയതിനു ശേഷം നടപ്പിലാക്കുന്ന ഒരു കേസാണെന്നാണ്. ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവുന്ന പോലെ പെൻഷൻ പണം കൊണ്ട്, അമ്മയുടെ പെൻഷൻ പണം കൊണ്ട് ഒരാള് ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനം തുടങ്ങുന്നത് 2014-ലാണ്. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ തുടങ്ങിയ വ്യക്തി പിണറായി വിജയന്റെ മകളാണ്. അപ്പൊ 1989-ൽ തുടങ്ങിയ CMRന്റെ അതിന് തൊട്ടു മുമ്പുള്ള വരെയുള്ള അതിനുശേഷം, അതായത് കമ്പ്യൂട്ടറൊക്കെ വന്നതിന് ശേഷമുള്ള എക്സൽ, പവർ പോയിന്റ്, ടാലി തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആരായിരിക്കും സർവീസ് ചെയ്തത്? അങ്ങനെ ഒരു കമ്പനി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുശേഷം അവരുടെ സർവീസ് മോശമായതുകൊണ്ടാണല്ലോ ഈ എക്സാലോജിക് എന്ന് പറയുന്ന വീണ ടി എന്ന് പറയുന്ന ഒരാൾ ഓണറായിട്ടുള്ള സ്ഥാപനം ഏറ്റെടുത്തത്. ഒരേ ഒരാളാണ് എന്റെ ഓണർ. അപ്പൊ അങ്ങനെ ഒരാൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 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 കരാർ ഉണ്ടാവുമല്ലോ. ആ കരാർ എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നു. ആ സർവീസ് എന്താണെന്ന് വീണ വിജയന് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിട്ടാൽ പോരെ. അത് രഹസ്യമാക്കി വെക്കേണ്ട ഒരു സർവീസ് ഒന്നും അല്ലല്ലോ. എക്സല്, പവർ പോയിന്റ്, മറ്റ് സംവിധാനങ്ങളൊക്കെ ആയിട്ടുള്ള അതിന്റെ ഒരു ഇത്. അതിന് 1.72 കോടിയാണ് 2014 മുതൽ അതിനുശേഷം ഏറ്റെടുത്ത സമയത്ത് കൊടുത്തേക്കുന്നത്. ഈ 1.72 കോടി എന്ന് പറയുന്നത് കരിമണൽ കർത്ത എന്ന് പറയുന്ന CMRന്റെ MD കൊടുത്തതാണ്. ഇതിനെതിരെ, ഈ CMR എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ഓൾറെഡി അന്തരീക്ഷ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള പരാതികളുണ്ട്. അവരെന്തോ കൊടുത്തോട്ടെ, ഈ സർവീസ് എന്താണെന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തിനാണ് വീണ വിജയന്റെ വീട്ടിലേക്ക് അവർ അന്വേഷിച്ചപ്പോൾ ഇതിനകത്ത് പൊരുത്തക്കേടുകൾ കണ്ടതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നത്. അപ്പൊ ഈ വീണ വിജയന്റെ വീട്ടിലേക്ക് വന്ന എന്തിനാണ്? അല്ലെങ്കിൽ പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പം ED എന്ന് പറയുന്നത് ഈ പിണറായി വിജയനെ പോലെയും നമ്മളെ പോലെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് ആണ് ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. അവർക്കറിയാം ഇങ്ങനെ ഒരു കേസ് ഉള്ളതുകൊണ്ട് ഓൾറെഡി അവർക്ക് അവര് രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റും എന്നുള്ളതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും അവർ വന്നത് ഈ വീണ വിജയൻ ED അന്വേഷണം വേണ്ട എന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. അത് തള്ളിയപ്പോ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ED അന്വേഷിക്കേണ്ടി വന്നു. അവര് ഒറ്റയടിക്ക് എല്ലായിടത്തും അങ്ങ് അന്വേഷിച്ചു. അവരുടെ ഒരു പിന്നെ സൈലന്റ് ആയിട്ടുള്ള, ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അന്വേഷണ പ്രക്രിയയാണ് അവർക്കുള്ളത്. അവർ നാട്ടുകാരെ മൊത്തം വിളിച്ചു പറഞ്ഞിട്ട്, അല്ലെ പോലീസുകാരെ മൊത്തം വിളിച്ചു പറഞ്ഞിട്ട്, സർക്കാരിനെ മൊത്തം അറിയിച്ചിട്ടൊന്നല്ല അവർ വരുന്നത്. അവർ ഒരു അന്വേഷണം അങ്ങനെ നടത്തും. അങ്ങനെ അന്വേഷണം നടത്താൻ വേണ്ടി അവർ വീട്ടിലേക്ക് വന്നു. CPM-ന്റെ അണികളും നേതാക്കളും പക്ഷേ ഞാൻ കൂടെ കൂടി പിണറായി വിജയന്റെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെയാണ് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം വന്നേക്കുന്നത്, അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി. അതായത് പാർട്ടികളുടെ എല്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ പറയുന്ന EDയുടെ അന്വേഷണം വന്നത്. EDയുടെ അന്വേഷണം വന്നതോടുകൂടി ഇത് നേരെ വാർത്തകൾ നേരെ ഓപ്പോസിറ്റായി. സാധാരണക്കാരന് ചിന്തിച്ചാൽ മനസ്സിലാവും, പിണറായി വിജയന്റെ വീട്ടിലേക്ക് വരാനുണ്ടായ കാരണം പിണറായി വിജയന്റെ മകളാണ് ഈ എക്സാലോജിക്കിന്റെ ഉടമ. പിണറായി വിജയന്റെ മകൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അന്വേഷണം വരും, അവരെ തിരക്കും. ഒപ്പം 242ഓളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്, 18ഓളം കോടി രൂപ മരവിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ കണക്കുകൾ പുറത്തേക്ക് വരട്ടെ. ഇതിനകത്തൊരു തമാശ ഉള്ളതെന്ന് വെച്ചാൽ, ഇതിനെതിരെ CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ MA ബേബിയും ജയിക്കും ഒക്കെ തന്നെ ഡൽഹിയിൽ ഇതിനെതിരെ പ്രതിഷേധം നടത്തി. ഡൽഹിയിൽ പ്രതിഷേധം നടത്തി അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്നലെ ഒരു ബൈറ്റ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരനെ ഏകദേശം 60, ഡൽഹിയിലെ ഔട്ടർ സ്റ്റേറ്റിലുള്ള ഏകദേശം ഒരു 60ഓളം കിലോമീറ്റർ ദൂരെയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിച്ചു. അവിടുന്ന് പിന്നെ റിലീസ് ചെയ്തു. അതുകൂടാതെ കേരളത്തിൽ ED റെയ്ഡ് ചെയ്ത സമയത്ത് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ ED വന്ന സമയത്ത് കുറെ അവന്മാർ, IP ബിനി എന്ന് പറഞ്ഞ മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ള പലരും, വേണ്ട 4-5 പേര്, ആ വന്ന പ്രൈവറ്റ് ടാക്സിയുടെ കണ്ണാടിയും ഗ്ലാസും ഒക്കെ അടിച്ചു പൊട്ടിച്ച് ഇതായി. ഇത് എല്ലാവർക്കും ഫോട്ടോയൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ഏത് ചാനൽ, അപ്പൊ അവിടെ ഓൺലൈൻ ചാനൽ ഉണ്ടെങ്കിൽ അവരുടെ ക്യാമറയിൽ എടുത്ത് വെച്ച് നോക്കിയാൽ പോലും ആൾക്കാരുടെ മുഖം വളരെ വ്യക്തമായിട്ട് കാണാം.
അപ്പൊ അത് കണ്ടിട്ട് എം സ്വരാജ് പറഞ്ഞത് ഇതൊന്നും ഒരു ആക്രമണമേ അല്ല. ശരിയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്തൊരു ആക്രമണം, ഒരു 51 ഈറെങ്കിലും കീറാതെ ഇതൊക്കെ ആക്രമണമാവോ? ഓക്കെ, ഇത് കേട്ട ആൾക്കാർ കൈയടിക്കുന്നു, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പി ജയരാജൻ പറയുന്നു ഇത് ആൾക്കാർ ഇടിച്ചു കയറി വീട്ടിലേക്ക് വന്നാൽ സ്വാഭാവികമായി പ്രതിരോധം ഉണ്ടാവും. പ്രതിരോധം ഉണ്ടായിട്ട് അവര് പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കണ്ടേ, ജനങ്ങൾ പ്രതിഷേധിക്കുന്നു. വന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നേ, രാഷ്ട്രീയക്കാരല്ല. ഈ നാടിന്റെ ഭരണം നിർവഹിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾ ഭരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ചെയ്യിക്കുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതോറിറ്റി, സൈൻ എന്നൊക്കെ പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ വന്ന് അവരെ സംരക്ഷിച്ച് സംരക്ഷണത്തോട് തിരിച്ചുവിടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ആക്രമണം അയച്ചിട്ട് അവർ മാറി പേടിച്ച് മാറിയതിനു ശേഷം പിന്നെ വരണമെന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക് ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഗുണ്ടകൾ, രാഷ്ട്രീയ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കുന്ന അണികളെന്ന് പറയുന്ന ഗുണ്ടകൾ, അവരെന്ത് ചെയ്തു? അവര് നന്നായി ആക്രമിച്ചു. തമാശ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന എം എ ബേബിയും ജയിക്കും ഉൾപ്പെടെയുള്ള ഏകദേശം ഒരു 10-15 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് എത്ര പേര് പിടിച്ചോട്ട് മൊത്തം അവർ തിരിച്ച് വെടിയേം ചെയ്തു. ഈ പോയവന്മാര് അകത്താണ്. അവിടെ കിടന്ന് ഇവന്മാര് പുഴുങ്ങും. ഇനി അടുത്ത CPM-ന്റെ ഭരണം കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഏജൻസിയാണ് അവര് ആക്രമിച്ചേക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ കേസ് ഹൈ ലെവലിലേക്ക് പോകും. ഈ അകത്ത് പോയമാർ ഇതിന്റെ കൂടെ നിന്ന് സഹകരിച്ചവർ, നേതാക്കളൊക്കെ പുറത്തു നിന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും, പൊക്കോ, ചാമ്പിക്കോ, കീറിക്കോ എന്ന്. ചിലപ്പം നമ്മുടെ TP വധിച്ച സമയത്ത് ഏകദേശം 51 വെട്ടി കൊന്നതിനകത്ത് എത്ര മരകത്താണ്. പക്ഷെ അവർക്കൊക്കെ പരോളൊക്കെ കിട്ടും കേട്ടോ, അതൊക്കെ കിട്ടും. പിന്നെ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിക്കാം. ഇനി അവർ നേതാക്കളൊന്നും ആവത്തില്ല, രാഷ്ട്രീയ ഗുണ്ടകൾ തന്നെ, അവന്മാര് രാഷ്ട്രീയ ഗുണ്ടകൾ തന്നെ. അപ്പം ഇതാണ് കേരളത്തിൽ നേതാക്കൾ പുറത്തും അണികൾ എന്ന് പറയുന്ന ഗുണ്ടകൾ അകത്തും. ഇതിന്റെ പുറകെ ഇനിയും ഗുണ്ടകൾ കാണും. അവന്മാരുടെ പുറകെ നടക്കുന്നവർ ഇപ്പൊ പ്രതിഷേധിക്കുന്നതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. എന്താ പ്രതിഷേധിക്കുന്നതിനകത്ത് പ്രശ്നമുള്ളത്? ഇന്ത്യയിൽ പ്രതിഷേധം നിരോധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ പ്രതിഷേധിക്കേണ്ട രീതി ഇതാണോ? ഈ രീതിയിലാണോ പ്രതിഷേധിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ 10 വർഷം തെരുവുകൾ കത്താതിരുന്ന കേരളത്തിൽ ആകെ 3-4 ദിവസം കൊണ്ട് എല്ലാ വിഷയങ്ങൾക്കും ഇറങ്ങുന്നത് മൊത്തം CPM-ഉം SDFI SFI ആയിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി നമ്മുടെ A റഹീമൊക്കെയാണ് വന്നു SFIയുടെ സമരത്തിന് പ്രതിഷേധിക്കുന്നത്. ബന്ധമില്ല. ഇതേപോലെ ഉള്ളൂ. SFIയുടെ സമരത്തിന് A റഹീം സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി വന്ന് പ്രതിഷേധിക്കുന്നു. അവർ തമ്മിൽ ബന്ധമില്ല. പിണറായി വിജയന്റെ വീട്ടിൽ മകൾ വീണ വിജയൻ ഉള്ളത് കൊണ്ട് ED വരുന്നു, അന്വേഷിക്കുന്നു. പിണറായി വിജയൻ മാറി നിൽക്കട്ടെ, മകൾക്കെതിരെയല്ലേ അന്വേഷണം, അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് പുറത്തു വരട്ടെ, കാര്യങ്ങൾ പുറവരട്ടെ. അതിനകത്ത് തെറ്റുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയല്ലേ ചെയ്തത്. പക്ഷെ എന്താ ചെയ്യാത്തത്? ചെയ്യാൻ കഴിയില്ല. കാരണം മകൾക്ക് സംരക്ഷണം കൊടുത്തേക്കുന്നത് ഈ അച്ഛനാണ്. ദൃശ്യം 3-ലെ ജോർജ് കുട്ടിയെക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അച്ഛനാണത്. പക്ഷെ അത് ദൃശ്യം 3-ല് അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ സ്വന്തം മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇറങ്ങിയേക്കുവാണെങ്കിൽ, ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും അച്ഛന്റെ മക്കളൊക്കെയാണ് അകത്ത് പോകുന്നത്. അത് പാർട്ടിക്കെതിരെയുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. പാർട്ടിക്കെതിരെയാവുന്നത് എങ്ങനെ? അവിടെ രാഷ്ട്രീയം വരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, CPM-ന്റെ ദേശീയ അംഗം, പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിൽ സമുന്നതനായ നേതാവ്, മുതിർന്ന നേതാവ് ഒക്കെ അദ്ദേഹത്തിന്റെ മകളൊക്കെ ഉള്ളത് കൊണ്ടാണ്, അവരിടപെട്ട കേസായതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാതെ അണികൾ ഇറങ്ങുന്നത്. കാരണം അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അണികളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ഇപ്പൊ സരിതയുടെ വിഷയം ഉണ്ടായ സമയത്ത് ഉമ്മൻചാണ്ടിയെ ഈ ഗവൺമെന്റ് എന്തോരം ബുദ്ധിമുട്ടിച്ചു. എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? CPM-ന്റെ ഗുണ്ട അണികളെ പോലല്ല മറ്റു പാർട്ടിക്കാർ ആൾക്കാർ. അതുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്. CPM-ന് ഇത് സംഭവിക്കുന്നത് ഈ ഗുണ്ടകൾ തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയവും. ഈ വിജയത്തിൽ നിന്നുകൊണ്ടാണ് അവരെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുന്നത്. എന്തായാലും എക്സലും പവർ പോയിന്റും ടാലിയും ഒക്കെ തന്നെ വെളിച്ചത്തിലേക്ക് വരും എന്ന് തന്നെ വിശ്വസിക്കാം. നമസ്കാരം.